English language and literature in മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Today we are going to discuss how to make passive sentences in simple past. Okay? First of all, we should know the structure. ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പാസീവ് സെൻറ്റൻസ് യൂഷ്വലി സ്റ്റാർട്ട്സ് വിത്ത് ഒബ്ജക്റ്റ്. സോ ഇൻ ദിസ് കേസ് ആൾസോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഒബ്ജക്റ്റ്. ദെൻ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് വാസ് അല്ലെങ്കിൽ വേർ ആണ് യൂസ് ചെയ്യുക. നമ്മുടെ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ് ഉപയോഗിക്കും, പ്ലൂരൽ ആണെങ്കിൽ വേർ ഉപയോഗിക്കും. യു എന്നുള്ളതിനെ പ്ലൂരലിലാണ് പെടുത്തുന്നത്, യു ആണെങ്കിലും വേർ എന്നാണ് ഉപയോഗിക്കുന്നത്. റെഡി? അപ്പം പിന്നെ വേർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് നമ്മൾ ഈ എല്ലാ പാസീവ് ഫോമിലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റിലും വി വിൽ യൂസ് V3. ദെൻ ഒരു മലയാളം സെൻറ്റൻസിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു മലയാളം സെൻറ്റൻസ് ഞാൻ എഴുതി നോക്കാം. ഇന്നലെ ഒരുപാട് ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സോ ഇവിടെ സബ്ജക്റ്റ് ഇല്ല, ഇത് പാസ്റ്റാണ് സെൻറ്റൻസ്, അതോ സിമ്പിൾ പാസ്റ്റാണ് സെൻറ്റൻസ്. ആരാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നില്ല. സോ ക്ലിയർലി ദിസ് ഈസ് എ പാസീവ് സെൻറ്റൻസ്. സോ ദർ ഈസ് ഓൺലി ഒബ്ജക്റ്റ്. വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഒബ്ജക്റ്റ്. സോ ഒരുപാട് ആളുകൾ, അവരെയാണ് കൊണ്ടുപോയത്. സോ ദാറ്റ് ഈസ് ഒബ്ജക്റ്റ്. വി റോട്ട് മെനി പീപ്പിൾ. മെനി പീപ്പിൾ എന്ന് എഴുതുമ്പോൾ നമ്മൾ വാസ് ഉപയോഗിക്കാൻ കഴിയില്ല, ബിക്കോസ് ഇത് പ്ലൂറലാണ്. അതുകൊണ്ട് വേർ ഉപയോഗിച്ചു. മെനി പീപ്പിൾ വേർ. കൊണ്ടുപോകുക എന്നുള്ളതിന് നമ്മൾ ടേക്ക് എന്നുള്ള വേർബാണ് ഉപയോഗിക്കുന്നത്. ടേക്ക് എന്നുള്ളതിൻ്റെ V3 ആണ് ടേക്കൻ. മെനി പീപ്പിൾ വേർ ടേക്കൻ ടു ദി ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. മെനി പീപ്പിൾ വേർ ടേക്കൻ ടു ദി ഇട്ടാൽ ഒന്നുകൂടി ക്ലിയർ ആവും. മെനി പീപ്പിൾ വേർ ടേക്കൻ ടു ദി ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച നേരത്തെ വരാൻ പറഞ്ഞിരുന്നു. സോ സിമിലർലി നമുക്കിവിടെ ആരോടാണ് പറയുന്നത് എന്നുള്ളത്, ദാറ്റ് ഈസ് വാട്ട് ഒബ്ജക്റ്റ് ഈസ്, ഞങ്ങളോടാണ്. സോ വി ഹാവ് ടു റൈറ്റ് വി ഫസ്റ്റ്. ദെൻ വി ആകുന്നത് കൊണ്ട് വാസാണ് വേറാണ്. അഗെയിൻ വേർ വരുന്നു. വി വേർ. പറയുക എന്നുള്ളതിന് ടെല്ലാണ്. ടെല്ലിൻ്റെ V3 ആണ് ടോൾഡ്. വി വേർ ടോൾഡ് ടു കം. ഞങ്ങളോട് വരാൻ പറഞ്ഞു ഏർലി, നേരത്തെ. വി വേർ ടോൾഡ് ടു കം ഏർലി ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് മറ്റൊരു എക്സാമ്പിൾ. ദിസ് വൺ യു ഹാവ് ടു പോസ് ദ വീഡിയോ ആൻഡ് യു ഹാവ് ടു ട്രൈ യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തം എഴുതാൻ ശ്രമിക്കുക. ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 1990 പണിതത്. ആരാണ് പണിതത് പറയുന്നില്ല. സോ പാസീവ്. ദെൻ ഇറ്റാണ്, ഇതാണ്. ദെൻ വാസ് ഓവർ. ഇറ്റ് ആയതുകൊണ്ട് വാസ് ആണ്, സിംഗുലർ ആണ്. ഇറ്റ് വാസ്. ബിൽഡ് എന്നല്ല, പണിയുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ V3 ബിൽറ്റ് എന്നാണ്. ഇറ്റ് വാസ് ബിൽഡ് ഇൻ 1990. 1990 പണിതത് എന്നുള്ളത്. ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ 1990. സോ അനദർ എക്സാമ്പിൾ. ഇത് ആദ്യം എഴുതിയത് മലയാളത്തിലാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഇത് ആദ്യം എഴുതിയത് മലയാളത്തിലാണ്. എഗെയിൻ ഇത് വെച്ചിട്ടാണ്, ഇത് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ്. ഇറ്റ്. സോ നമുക്കറിയാം വാസ് ആണ് വരിക. ഇറ്റ് വാസ് ഫസ്റ്റ്. V3ൻ്റെ മുന്നേ ഫസ്റ്റ് ഉണ്ട്. ഇറ്റ് വാസ് ഫസ്റ്റ് റിട്ടൺ. V3 റൈറ്റിൻ്റെ V3 റിട്ടൺ. ഇറ്റ് വാസ് ഫസ്റ്റ് റിട്ടൺ ഇൻ മലയാളം. ഓക്കെ. ആൻഡ് ഇതിന് നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ അടുത്തത് നോക്കുന്നത്. സിമ്പിൾ പാസീവിലുള്ള നെഗറ്റീവ് സെൻറ്റൻസ്. ഉദാഹരണം, കഴിഞ്ഞ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നില്ല. ക്ഷണിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു നോട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു പണിയുള്ളൂ. സോ എന്നെ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒബ്ജക്റ്റ് എന്നെ എന്നുള്ളതാണ്. ഐ വരുമ്പോൾ വാസാണ്. പിന്നെ ഒരു നോട്ട് നമ്മൾ ഇടണം. ഐ വാസ് നോട്ട്. ക്ഷണിക്കുക ഇൻവൈറ്റ്. V3 ഇൻവൈറ്റഡ്. ഐ വാസ് നോട്ട് ഇൻവൈറ്റഡ്. എന്തിനാണ്? കഴിഞ്ഞ പരിപാടിക്ക്. ഐ വാസ് നോട്ട് ഇൻവൈറ്റഡ് ഫോർ ദി ലാസ്റ്റ് പ്രോഗ്രാം. Okay, I was not
invited to the last program. ഇനി വേറൊരു നെഗറ്റീവ് സെൻറ്റൻസ് കൂടെ, ഞങ്ങളോട് ഇതിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല. അപ്പോൾ ആരോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്? ഞങ്ങളോട്. സോ വി ആണ്. വി വാസ് ഫോർ വേർ. സോ വി പ്ലൂറലാണ് വേർ. വി വേർ നെഗറ്റീവ് നോട്ട്. വി വർ നോട്ട് ടോൾഡ് ഇതിനെക്കുറിച്ച് എന്നാണ്. അബൌട്ട്. വി ആർ നോട്ട് ടോൾഡ് അബൌട്ട് ഇറ്റ്. വി ആർ നോട്ട് ടോൾഡ് അബൌട്ട് ഇറ്റ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി. ഇൻ അഡ്വാൻസ് മുൻകൂട്ടി, അല്ലെങ്കിൽ ഏർലിയർ എന്നും പറയാം കേട്ടോ. യു ആർ നോട്ട് ടോൾഡ് അബൌട്ട് ഇറ്റ് ഏർലിയർ ഓർ ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി ഞങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞിരുന്നില്ല. ദെൻ നെക്സ്റ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്ന എക്സസൈസിൻ്റെ ആൻസേഴ്സാണ്. അത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. ചെക്ക് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദെൻ ഈ നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ പറയും. നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസാണിത്. സോ ട്രാൻസ്ലേഷനാണ്. പാസീവ് സിമ്പിൾ പാസ്റ്റിലുള്ള പാസീവ് സെൻറ്റൻസുകളാണ്. യു ക്യാൻ ട്രാൻസ്ലേറ്റ് ഇറ്റ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ആൻഡ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.